ഇപ്പോൾ എസ് ജയശങ്കറിന്റെ എക്സ് പോസ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദിസ് മോർണിംഗ്. ഇന്ത്യാസ് അപ്രോച്ച് ഹാസ് ഓൾവേസ് ബീൻ മെഷേർഡ് ആൻഡ് റെസ്പോൺസിബിൾ ആൻഡ് റിമെയിൻ സോ. ഇന്ത്യയുടെ സമീപനം എല്ലാ കാലത്തും അളന്നു കുറിച്ചതും ഉത്തരവാദിത്തപ്പെട്ടതുമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് ഇന്ത്യ എസ്കലേഷന് നിൽക്കില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ എല്ലാ കാലത്തും നമ്മൾ വളരെ മെഷേർഡായി, വളരെ കാൽക്കുലേറ്റഡായി, വളരെ കണക്ക് കൂട്ടിയ, അളന്നു മുറിച്ച ഉത്തരവാദിത്തമുള്ള പ്രതികരണമേ നടത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള സമീപനമേ ഇന്ത്യ നടത്തിയിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ്. ആ വാക്കാണ് കുറെ കൂടെ യോജിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള സമീപനമാണ്. ഈ ആക്രമണത്തിന്റെ ഓരോ ഘട്ടത്തിലും അത് വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടാർഗറ്റ് അത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ലോകത്തോട് പറയാൻ കഴിയുന്ന തരത്തിലാണ്. ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചില്ല, ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചത്. ജമ്മു കശ്മീർ മേഖലയിൽ ഒരു സൈനിക അറ്റാക്കിന് നമ്മൾ മുതിരുന്നില്ല. അതേസമയം പ്രകോപനം ഉണ്ടാകുമ്പോൾ എത്ര വലിയ അളവിലാണോ പ്രകോപനം, അതിന് അനുസരിച്ചുള്ള തിരിച്ചടിയാണ് എപ്പോഴും നൽകാറ്. ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ, ഒരു രാജ്യം, ഒരു സേന എന്ന നിലയിൽ തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ എപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഉൾപ്പെടെ ഇടപെടലുകളെ ആ ഗൗരവത്തിൽ എന്താണോ അർഹിക്കുന്നത് അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാം എന്ന നിലപാടിലേക്ക് എത്തുന്നു എന്ന സൂചനകളാണ്. ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രതികരണം എല്ലാ കാലത്തും അങ്ങനെ ഉത്തരവാദിത്തമുള്ളതായിരുന്നു എന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അസീം മുനീർ എന്ന സൈനിക മേധാവിയുമായിട്ടാണ് അതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളത് മാർക്കോ റൂബിയോ. ഇന്ത്യയുടെ സൈനിക മേധാവിയുമായിട്ടുള്ള വിദേശകാര്യ മന്ത്രിയുമായിട്ടാണ് സംസാരിക്കുക. പാകിസ്ഥാൻ പകുതി ഒരു മിലിറ്ററി സ്റ്റേറ്റാണ്. അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്തിന് വലിയ റോളോ അല്ലെങ്കിൽ സ്വാധീനമോ ഒന്നുമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യമല്ല എന്നുള്ളത് എന്തായാലും അമേരിക്കയ്ക്കും അറിയാവുന്ന കാര്യമാണ്.